ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിന്നീസ് വൈറൽ വീഡിയോസ്. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് കം കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോർട്ടബിൾ ബാർബെക്യൂ ഗ്രില്ലാണ്. ഇതൊരു ബ്രീഫ് കേസ് മോഡൽ ആണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ്. ഇതിൻ്റെ പ്രൈസ് MRP കൊടുത്തിരിക്കുന്നത് 3949 ആണ്. പക്ഷേ നമുക്കൊരു 2200 റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഹൈടെക് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. ഒരു 4-5 കിലോ വെയിറ്റ് ഉണ്ട് ഇതിന്. ഇത് പോർട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൂടെ കൊണ്ടുപോകാൻ സാധിക്കും. ചെറിയ സൈസേ ഉള്ളൂ. ഫോൾഡ് ചെയ്യാവുന്ന സ്റ്റാൻഡാണ് ഇതിനുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് 8 സ്ക്യൂവേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റീലിൻ്റെ ഗ്രില്ല്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ചാർക്കോൾ ട്രേ ഉണ്ട്. നോർമലി സാധാരണ ഇതിന് കാണാറില്ലാത്തതാണ്. പക്ഷേ ഈ മോഡലിന് ചാർക്കോൾ ട്രേ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ആദ്യത്തെ പരീക്ഷണം നടത്താൻ പോവാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഐഡിയാസ് ഒന്നുമില്ല, എന്തായാലും ഒരു പരീക്ഷണമാണ്. ഇതിന് ഞങ്ങൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: തന്തൂർ ചിക്കൻ മസാല, ചിക്കൻ കബാബ് പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സൺഫ്ലവർ ഓയിൽ, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, കേർഡ്, ലൈം, റെഡ് ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, കോൺഫ്ലോർ, ബ്ലാക്ക് സാൾട്ട്, പിന്നെ കസൂരി മെത്തി. മസാല മിക്സ് ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പം മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരുന്നുള്ളൂ. ചിക്കന് ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളിപ്പം ബേബി കോൺ, ക്യാപ്സിക്കം, ഒനിയൻ ഇതൊക്കെ ഗ്രില്ല് ചെയ്യും. ഇതിൻ്റെ കൂടെ മസാല കൂടെ മിക്സ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളിപ്പം അങ്ങനെ തന്നെ റോ ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. വിറകിൻ്റെ കരി കിട്ടാത്ത കാരണം തൽക്കാലം ഇവിടെ ചിരട്ടാണ് യൂസ് ചെയ്യുന്നത്. 5-6 ചിരട്ട പൊട്ടിച്ചിട്ട് അത് കത്തിച്ചിട്ടാണ് ഞാനിപ്പം ഇവിടെ ഗ്രില്ല് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. നോർമലി എല്ലാവരും മണലൊക്കെ വിരിച്ചിട്ട് പിന്നെ സിൽവർ ഫോയിലൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ കനലിടുന്നത്. നമുക്കിപ്പോൾ ഓൾറെഡി ഇവിടെ ചാർക്കോൾ ട്രേ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് അങ്ങ് ഇടുവാണ്. ഞങ്ങളിപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്തൊരു 6 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. 6 മണിക്കൂറിന് ശേഷം ഇപ്പം അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് സ്ക്യൂവറിലേക്ക് വെക്കണം. സാധാരണ ബോൺലെസ് ആണ് എന്നെ എടുക്കുന്നത്. ഇപ്പം നമ്മൾ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇടുന്നത്. ഫസ്റ്റ് ടൈമാണ് വെച്ച് നോക്കുന്നത്. അത് എങ്ങനെയാണെന്ന് കൂടുതൽ ഐഡിയ ഒന്നുമില്ല. അതുപോലെ ചിരട്ട വെച്ചിട്ടാണ്. പകുതിയോളം ആയല്ലേ? ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നല്ലതായിട്ട് കറക്കി കൊടുത്താൽ മതി. നല്ല അതിൻ്റെ ആ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പ്രാവശ്യം ഇതൊരു ചാർക്കോളൊക്കെ മേടിച്ചിട്ട് പക്ഷേ ഇത് നല്ല ചിരട്ടയുടെ കാര്യം നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളെന്തായാലും ചിരട്ട വെറുതെ വേസ്റ്റാക്കി കളയല്ലേ. അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ ഇതിന് പോലെ. പക്ഷെ നല്ല പുകയാണ്. അപ്പുറത്തെ വീട്ടുകാരെല്ലാം വരുമോ? എന്താണ് ഇവിടുത്തെ പുക? പിള്ളേർക്കെല്ലാം നല്ല കേട്ടോ. പിള്ളേർ ചിക്കൻ ഇല്ലാതെ ചോറുണ്ണത്തില്ലെന്ന് പറയത്തില്ലേ?
ഇപ്പോൾ ഈ കബാബെല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര എണ്ണയാണ്? ഇതിൽ ജസ്റ്റ് എണ്ണ അത്ര ഒന്നും ഇട്ടിട്ടില്ല, 2-3 സ്പൂൺ എണ്ണ ഇട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക റെഡിയായിട്ട് ഇങ്ങനെ നമ്മുടെ ഗ്രില്ല് മേടിച്ചതിൽ ഫസ്റ്റ് ടൈം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ മയോണൈസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇച്ചിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് സാൾട്ടും കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടെ നമ്മുടെ മേളിലൊന്ന് വിതറി കൊടുത്താൽ മതി. നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത്.